ബീച്ചിലേക്കാണ് പോകുന്നത്. ഹൈസിന് കുറേ ദിവസമായി പറയുന്നു ബീച്ചിൽ പോകണം, വെള്ളത്തിൽ നിന്ന് കളിക്കണം എന്നുള്ളത്. പിന്നെ ഇന്ന് ഞായറാഴ്ചയാണ് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. മംസർ ബീച്ചിലേക്കാണ് നേരെ വിട്ടു. കുറച്ച് ലേറ്റായി പോയിനും നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. എന്തായാലും ഒരു വഴിക്ക് ഇറങ്ങുന്നില്ലേ, പിന്നെ വെച്ച് പോകുന്ന വഴിക്ക് എൻ്റെ 2 കസിൻ ബ്രദേഴ്സിനെയും കൂടിയും കൂട്ടാന്നുള്ളത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരാളെ വർക്ക് ചെയ്യുന്ന പിക്ക് ചെയ്ത് കാറിലേക്ക് ഇരുത്തി. അപ്പോൾ അവന് കുറേ കാലത്തിന് ശേഷമാണ് ഹൈസിനെ കാണുന്നത്. അങ്ങനെ രണ്ടാമത്തെ ആളെയും കൂട്ടി നമ്മൾ നേരെ ബീച്ചിലോട്ടേക്ക് പോകുന്ന വഴിക്ക് ഹൈസിന് കുറച്ചൊന്നും ഉറങ്ങിപ്പോയി. അങ്ങനെ ഒരു മഗ്‌രിബിന് കുറച്ച് മുന്നേ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു ബീച്ചിൽ. പിന്നെ ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയി വരുന്നതാണല്ലോ വെയിൽ, ഒരു ചെറിയൊരു തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലേ. തണുപ്പെന്നൊന്നും പറയാനില്ല, എന്നാലും ചൂടല്ല, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഇതിന് പുറത്ത്. അപ്പോൾ ഇവിടെ എൻട്രിക്ക് വേണ്ടിയിട്ട് 5 ദിർഹംസ് ഉണ്ട് എൻട്രി ഫീ ആയിട്ട്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ്, ഇതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ബീച്ചിലാണ് നമ്മൾ ഫസ്റ്റ് പോക്ക്. അപ്പോൾ അവിടെ ഒരു എന്തൊക്കെയോ വർക്കൊക്കെ ഉള്ളതുകൊണ്ട് ക്ലോസ് ചെയ്തിട്ടാണുള്ളത്, ടെമ്പററി. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്ത് കുറച്ച് നടക്കാനുണ്ട് ബീച്ചിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരുണ്ട് ബീച്ചിൽ. ഇവിടെ കയറിയപ്പോൾ മനസ്സിലായത് ഇവിടെ നമുക്ക് ബാർബിക്യൂ ചെയ്യാനുള്ള സെറ്റപ്പും ടെൻ്റ് അടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ പിന്നെ ഒന്നും എടുക്കാത്തതുകൊണ്ട് നമ്മൾ നേരെ ബീച്ചിലേക്ക് നീട്ടി നടന്നു. അങ്ങനെ നമുക്ക് വേണ്ടിയിട്ടുള്ള പായൊക്കെ പിരിച്ച് വെച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് രണ്ടാകളിൽ ഇഷ്ടം പോലെ ആൾക്കാരില്ലേ ബീച്ചിൽ. ഇന്ന് ഞായറാഴ്ചയായിട്ട് നമ്മളിവിടെ മെയിനായിട്ട് വന്നത് ഹൈസിൻക്ക് വേണ്ടിയിട്ടാണ്, അവനക്ക് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്ത് ചെയ്യാനോ, എനിക്ക് ഭയങ്കര പേടി വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓന് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിട്ടില്ല. എന്നാൽ പിന്നെ ഓന് കുറച്ച് പൂയിന്ന് കളിച്ചോട്ടേന്ന് വെച്ചിട്ട് കുറച്ച് ടോയ്സ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിന് പൂയിന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് കളിച്ച് കുറച്ച് നേരം കുറേ ശ്രമിച്ചു എല്ലാവരും ഓനെ വെള്ളത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഓനൊട്ടും പോയിട്ടേ ഉണ്ടായിട്ടില്ല. സ്വിമ്മിങ് പൂളിൽ കീഞ്ഞിട്ടുണ്ടായിന്, അത് വിചാരിച്ചിട്ടാണ് നമ്മൾ ബീച്ചിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെങ്കിൽ നടന്നിട്ടില്ല. അപ്പോൾ അവന് ലോറി കാര്യങ്ങളൊക്കെ ആയിട്ട് അവന് എൻഗേജ്ഡായി കുറച്ച് നേരത്തേക്ക്. വെള്ളത്തിനേക്കാളും എൻജോയ് ചെയ്തിട്ടുണ്ടാവാൻ ഇതായിരിക്കും എന്തായാലും. അങ്ങനെ അവൻ അവിടെ നിന്ന് കുറച്ച് നേരം കളിച്ച്. നമ്മളാണെങ്കിൽ പിന്നെ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി കളിക്കാനുള്ള കോസ്റ്റ്യൂംസ് ഒന്നും എടുക്കാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് കാലൊക്കെ നനച്ച് നമ്മുടെ പേരെല്ലാം ഒന്ന് എഴുതി തിരമാലേന ഇങ്ങോട്ടേക്ക് മാടി വിളിച്ചു പേര് കൊണ്ടുപോകുന്നു നോക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തന്നെ നടന്നു. കുറച്ച് ഇരുടൊക്കെ ആയപ്പോൾ ഒന്ന് അവിടെ നിന്ന് മെല്ലനെ കീണ്. അപ്പോൾ ഇത് നല്ല രസമുണ്ടല്ലേ കാണാൻ. ഈ ഒരു സ്കൈറ്റിൻ്റെയും കുറച്ച് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ബട്ടർഫ്ലൈനെ കണ്ടപ്പം ഫോട്ടോ എടുത്ത് നേരെ തന്നെ നമ്മൾ ധൈര്യയിലേക്ക് വിട്ട്. അപ്പം അവിടുന്ന് ഫുഡ് ഓർഡർ ആക്കി ഒരു വീഡിയോ കണ്ടിട്ട് പോയതാണ്. പക്ഷെങ്കിൽ അത്ര വലിയ ഹൈപ്പൊന്നുമില്ല ഈ ഒരു ചിക്കൻ്റെ. പോകുന്ന വഴിക്ക് ഈ ഒരു ഗെയിം കണ്ടപ്പം ഉള്ള ദിർഹംസൊക്കെ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് നമ്മൾ നേരെ തന്നെ അവിൽ മിൽക്ക് കുടിച്ച് നേരെ